ഞാൻ ഇന്ന് കണ്ട പടം അയ്യർ ഇൻ അറേബ്യയാണ്. ഒരു അയ്യറായ ഒരാൾ അറേബ്യയിൽ പോകുന്നതാണ്. മുകേഷാണ് ആ റോൾ ചെയ്തിരിക്കുന്ന. ഒരു കൺസർവേറ്റീവ് ബ്രാഹ്മണനായിട്ട് അഭിനയിക്കുന്ന മുകേഷ് ചെയ്യുന്ന ഒരു സീരിയസ് കഥാപാത്രമാണ്. പക്ഷെ നമുക്കെല്ലാം തമാശയെ തോന്നും. സാധാരണ മുകേഷ് തമാശയാണ് ചെയ്യുന്ന. തമാശയായിട്ട് തന്നെ നമുക്ക് ചെയ്യുന്നതും തമാശയായിരിക്കും. പക്ഷെ ഇതിൽ കുറച്ച് സീരിയസ് ആയിട്ടാണ്. ലൈഫ് പാർട്ട്ണറായിട്ട് അഭിനയിക്കുന്നത് ഉർവശിയാണ്. ഒരു ഹിസ്റ്ററി പ്രൊഫസറാണ്. ഉർവശി പറഞ്ഞാൽ മലയാളം സിനിമ കണ്ട വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ആക്ടേഴ്സാണ്. ഹ്യൂമർ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് നല്ല ചിരിക്കാനുണ്ട്. അത് മുഴുവൻ ഉർവശിയുടെ കോൺട്രിബ്യൂഷനാണ്. ധ്യാനും ദുർഗ ഗസ്റ്റ് സെക്കൻഡ് ഹാഫിലെ വരുന്ന. സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോഴേക്ക് സെക്കൻഡ് ഹാഫ് മുഴുവൻ ദുബായിലെ ഷൂട്ട് ചെയ്യുന്ന. അതാണ് അയ്യർ ഇൻ അറേബ്യ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാഫ് ചിരിക്കാനുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് കയറുമ്പോഴേക്ക് ആദ്യം കുറച്ച് ലാഗൽ തോന്നും. പിന്നെ ആദ്യം അതിന് കുറച്ച് സെൻറ്റിമെൻറ്റ്സിൽ വരും. പിന്നെ അതിൽ ഷൈൻ അഭിനയിക്കേണ്ടത്. ഷൈൻ അവസാനം ക്ലൈമാക്സിൽ വരുന്ന അതിൽ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ ഡയറക്ഷൻ എം എ നിസാദാണ്. നല്ല മൂവിയാണ്. നന്നായി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് നല്ലതാണ്. സിനിമാറ്റോഗ്രാഫി നല്ലതാണ്. എഡിറ്റിംഗ് നല്ലതാണ്. എഡിറ്റിംഗ് നല്ലതുകൊണ്ട് ലാഗ് തോന്നുന്നില്ല. ഫ്ലോ ഉണ്ട്. പിന്നെ ധ്യാൻ ദുർഗ നല്ല കോമ്പിനേഷനാണ്. ധ്യാൻ ആസ് യൂഷ്വൽ ഇപ്പോൾ അടുത്ത കാലത്ത് കുറേ പടം ചെയ്തിട്ടുണ്ട്. ദുർഗയെ കുറേ നാൾ ശേഷമാണ് സിനിമയിൽ കാണുന്നത്. നല്ല പെയറിംഗ് ആണ്. പിന്നെ അലൻസർ ഉണ്ട്. മണിമൽ രാജ് ഫസ്റ്റ് ഹാഫിലുണ്ട്. അങ്ങനെ ഒരുപാട് വലിയൊരു താരനിരയാണ്. ഒരു ടൈം കില്ലിങ് പോലെ സമയം കളയാൻ പടം കാണാം. നമ്മൾ കിലുക്കം പോലെയോ സന്ദേശം പോലെയോ ഭയങ്കര കോമഡി ഫിലിമൊന്നല്ല. ഇപ്പോൾ കോമഡി പറയുന്ന പല സിനിമകൾക്ക് പഴയ നിലവാരം വരുന്നില്ല. കോമഡി നിലവാരം കുറച്ചുകൂടി കൂട്ടാമായിരുന്നു. സിനിമയുടെ നിലവാരം കുറച്ചുകൂടി കൂട്ടാമായിരുന്നു. പടം കണ്ടിരിക്കാം. ഒരു ആവറേജ് അബോ ആവറേജ് മൂവിൻ്റെ ഇടയിലാണ്. വലിയ ഗ്രേറ്റ് ഫിലിമൊന്നല്ല. ഫാമിലിയായിട്ട് കാണാം. കാരണം വൾഗാരിറ്റിയോ വയലൻസ് അങ്ങനൊന്നുമില്ല. കണ്ടിരിക്കാം പടം. ഒരു 5 3 കൊടുക്കാം. 3 out of 5 കൊടുക്കാം. കണ്ടിരിക്കാം പടം. അത്രയേ ഉള്ളൂ.